മോശം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കി, ആ ഒരു എംപാപ്പെ ആ ഒരു പരാഗയുടെ ഗോളി വരുമ്പോൾ ആ ഗോളിയോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യാന്ന് പറയുക ഒരു ഫുട്ബോൾ ആസ് എ ഫുട്ബോൾ ഫാൻ ബേസിൽ എനിക്ക് തോന്നുന്നു ഒരു മോശമായിട്ട് തോന്നണ്ടാവും. കാരണം ആ കളി കണ്ടില്ലേ എനിക്ക് തോന്നും. ആ കളി അങ്ങനെ ഇറങ്ങി എന്റെ പോലെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഇതിനെ കുറിച്ച് പറയാൻ കൂടി പറ്റാത്തൊരു സമയമുണ്ട്. കാരണം WWE ചാമ്പ്യൻഷിപ്പ് കണ്ട പോലെയാണ് ഇന്നലത്തെ മാച്ച്. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞില്ല ഭയങ്കര ബോറിംഗ്. സെക്കൻഡ് ഹാഫ് ആണ് തുടങ്ങി കുറച്ചു നേരം കണ്ടിട്ട് കിടക്കാന്നുള്ള മെന്റാലിറ്റി. കാരണം ഫ്രാൻസും പറയാം ഫ്രാൻസ് എങ്ങനെ പോലെ ഫ്രാൻസിന് ഒരു ടീം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന് അത്യാവശ്യം നല്ലൊരു ടീം മാത്രമാണ് ഫ്രാൻസിലൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഫ്രാൻസ് എന്തായാലും കൊടുക്കും. ആ പോസ്റ്റ് കുലുക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അത്രയാണ് ജഡ്ജ് ചെയ്ത് നിൽക്കണേ. എന്നാൽ അവിടെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫ് ഒരു ആക്ഷൻ മൂവി ഉണ്ട് ഒരു ഫീൽ. ഇട്ടി അവിടെ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ രണ്ടിട്ടി കടന്നൽകൂട്ട് കല്ലെറിഞ്ഞ വരിയാണ് എംപാപ്പയുടെ ഒരു അവസ്ഥ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊത്ത് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ. അവിടെ പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ. അത് അവർക്ക് തന്നെ വിനയാണ്ടാണ് ഒരു പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി വന്നുകൊണ്ടാണ് ആ ഒരു പെനാൽറ്റിയിലാണ് ഫ്രാൻസ് ജയിച്ചത്. അല്ലെങ്കിൽ ഫ്രാൻസിന്റെ അടുത്ത് കളിച്ച് പിടിച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പാടാം. മുറ്റാണ്. കാരണം അത് അങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് അവർക്ക് തന്നെ വിനയായി ഒരു പെനാൽറ്റി കയറി. പക്ഷെ ഗോൾ കീപ്പർ ഒന്നും പറയാതിരിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഷൂട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ആണ്. അവർക്കില്ല 1-2 കൂടി വന്നത്. അതാ പറയാനുള്ളൂ. അത് ഇടിയുടെ ഇടയിൽ അതൊക്കെ കളിക്കാൻ മറന്നുപോയി. ഇത് കഴിയുമ്പോൾ പോലെ ഫൈറ്റിങ്ങിനും വിടുന്നത് ആ മാതിരി കളിയുടെ. എന്നിട്ട് റഫ്രീനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ റഫ്രിക്കാണ് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് ഈ കളി. കാരണം അത്ര നേരം അദ്ദേഹം പിടിച്ചെന്ന കളി കണ്ടിട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ യെല്ലോ കാർഡ് പൊക്കിയത് മൊത്തം മാറിപ്പോയതാണ്. 3 കിട്ടിയത് ഫ്രാൻസിന് തന്നെ, ഒരെണ്ണം പോലും. എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നക്കാരന് ഒരെണ്ണം പോലും ഒരു യെല്ലോ കാർഡ് പോലും കിട്ടിയില്ല. പരായുടെ ഒരു പ്ലെയർ പോലും കിട്ടി. കിട്ടിയാലും കിട്ടിയില്ല കണക്കാണ്. എന്നാലും സംഗതി വെറുതെ നഷ്ടമായില്ല. നല്ല കയ്യും കലൊക്കെ കൊണ്ടേട്ട് എന്താ അറിഞ്ഞൂടെ. ശരി എന്താ.